CPIM എറണാകുളം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് കൊടിയുയരും. പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ വൈകിട്ട് 6 മണിക്ക് മറൈൻ ഡ്രൈവിലെ സീതാറാം യെച്ചൂരി നഗറിൽ സംഗമിക്കും. നാളെ മുതൽ 3 ദിവസം എറണാകുളം ടൗൺ ഹാളിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുക. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഉമേഷ്, ഇനിയിപ്പോൾ എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ തിരക്കിലേക്ക് കടക്കുകയാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ ഇന്ന് പതാക, ദീപശിഖ, കൊടിമര ജാഥകളൊക്കെ സംഗമിക്കും. നാളെ പ്രതിനിധി സമ്മേളനം തുടങ്ങും. സമ്മേളനത്തിന്റെ സമഗ്രമായ വിവരങ്ങൾ. മനു, ഒരു ചരിത്ര സംഭവമാക്കാൻ ഒരുങ്ങുകയാണ്. എറണാകുളം ജില്ലാ സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാനാണ് ഇവിടുത്തെ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ജില്ലാ സമ്മേളനത്തിൻ്റെ മുന്നോടിയായി പതാക ഉയരും. പൊതുസമ്മേളന നഗരിയായ സീതാറാം യെച്ചൂരി നഗറിൽ, അത് മറൈൻ ഡ്രൈവിലാണ്. മറൈൻ ഡ്രൈവിൽ ഇന്ന് വൈകിട്ട് 6 മണിയോടെ ജില്ലാ സമ്മേളനത്തിന് കൊടിയുയരും. ഒപ്പം പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ ഇന്ന് വൈകിട്ട് 5 മണിയോടെ ഈ പൊതുസമ്മേളന നഗരിയിൽ എത്തിച്ചേരുകയും ചെയ്യും. അല്പസമയത്തിനകം തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഈ പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ പുറപ്പെടും. വിവിധ ഏരിയ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് വൈകിട്ട് 5 മണിയോടെ പൊതുസമ്മേളന നഗരിയിൽ എത്തിച്ചേരും. അതിനുശേഷം ജില്ലാ സെക്രട്ടറി CN മോഹനൻ പൊതുസമ്മേളന നഗരിയിൽ ദീപശിഖത്തിലേക്കും, ഒപ്പം സ്വാഗത സംഘം കൺവീനർ M അനിൽകുമാർ, സ്വാഗത സംഘം ചെയർമാൻ M അനിൽകുമാർ പതാക ഉയർത്തും. നാളെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാവുക. പ്രതിനിധി സമ്മേളനം നടക്കുന്ന ആ വേദിയിലാണ്, ടൗൺ ഹാളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് 3 ദിവസം പ്രതിനിധി സമ്മേളനം ചേരുക. നാളെ രാവിലെ ഈ ടൗൺ ഹാളിന് മുന്നിലുള്ള രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന ഉണ്ടാകും. അതിനുശേഷം ഈ സമ്മേളന നഗരിയിൽ, പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തും. പിന്നീടാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം സമ്മേളനത്തിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും. സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. ജില്ലാ സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. അതിന്മേൽ ആദ്യം ഗ്രൂപ്പ് ചർച്ചകളാണ് ഉണ്ടാവുക. ഏരിയ തലത്തിൽ ഗ്രൂപ്പ് ചർച്ചകൾ നടക്കും. അതിനുശേഷം പൊതുചർച്ചയുണ്ടാകും. പൊതുചർച്ച ഏതാണ്ട് 2 ദിവസത്തോളം നീണ്ടു നിൽക്കും. 27-ാം തീയതി പൊതുചർച്ച അവസാനിക്കും. അതിന് സെക്രട്ടറി മറുപടി പറയുകയും ചെയ്യും. അതിനുശേഷം പിന്നീട് പുതിയ ജില്ലാ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പിലേക്ക് സമ്മേളനം പോകും. ഒപ്പം സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തിരഞ്ഞെടുക്കും. ഈ പുതിയ ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുത്ത ശേഷം ആ പുതിയ ജില്ലാ കമ്മിറ്റി ആയിരിക്കും ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുക. അതോടെ സമ്മേളന നടപടികൾ പൂർത്തിയാവുകയാണ്. പിന്നീട് ബഹുജന റാലിയും ചുവപ്പ് സേനാ പരേഡും നഗരത്തിലുണ്ടാകും. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബഹുജനങ്ങൾ, ഏതാണ്ട് 10,000-ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ചുവപ്പ് സേനാ പരേഡ് നഗരത്തിൽ ആരംഭിക്കുക. വൈകിട്ടോടെ പൊതുസമ്മേളന നഗരിയായ സീതാറാം യെച്ചൂരി നഗറിൽ മറൈൻ ഡ്രൈവിൽ ഈ ജാഥകൾ, ബഹുജന റാലിയും ചുവപ്പ് സേനാ പരേഡും എത്തിച്ചേരും. അവിടെയായിരിക്കും പൊതുസമ്മേളനം നടക്കുക. മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയനായിരിക്കും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഈ ജില്ലയിലെ വിവിധ ഏരിയകളിൽ നിന്നായി 371 പ്രതിനിധികളും 46 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 417 പ്രതിനിധികളാണ് ഈ 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇന്ന് വൈകിട്ട് ജില്ലാ സമ്മേളനത്തിന് ചെങ്കൊടി ഉയരുകയാണ്. മനു.